ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ നോമ്പുതുറയാണ് കേട്ടോ. നോമ്പുതുറ മാത്രമല്ല, എൻ്റെ വല്യപ്പാൻ്റെ ആണ്ട് ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുടുംബങ്ങളെല്ലാവരും, ഉപ്പാൻ്റെ കുടുംബങ്ങളെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. എല്ലാവരും ഇല്ല, കുറച്ച് ആൾക്കാർക്ക് കേട്ടോ. അപ്പോൾ ബിരിയാണിയാണ് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ബിരിയാണി ഉണ്ട്, നൈസ് പത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നല്ല ചിക്കൻ കറിയുണ്ട്, അതുപോലെ നല്ല കഷ്ണം മീനിൻ്റെ കറിയുണ്ട്, ബീഫ് വരട്ടിയതുണ്ട് കേട്ടോ. ബിരിയാണി പുറത്തെ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഗായ്സ്. കല്ലൊക്കെ വെച്ചും കണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത്. ചിക്കൻ പൊരിച്ചും കണ്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ ഗായ്സ്? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ പൊരിച്ചത്. എൻ്റെ അമ്മായി മൂത്തുമ്മയാണ് കേട്ടോ ചിക്കൻ പൊരിക്കുന്നത്. എൻ്റെ അമ്മായിയാണ് കേട്ടോ. അമ്മായി അവിടെ വെറുതെ ഇരിക്കുന്നില്ല കേട്ടോ, പൊരിയുന്നത് വരെ അവിടെ കറി. ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ ബ്രദർ, എൻ്റെ മൂത്താപ്പാട്ടോ. ഇതെൻ്റെ അമ്മായി, ഉപ്പാൻ്റെ പെങ്ങളാണ് കേട്ടോ. ഒരമ്മായിനെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ? എനിക്കൊരു പണി തന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളി കരിക്കാന്നുള്ള പണി എനിക്കിട്ട് തന്നിട്ടുണ്ട്. അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ ഉള്ളി കരിക്കുന്നു കേട്ടോ. അമ്മായി ഇവിടെ പത്തിരി ചുടുന്ന തിരക്കിലാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും ഓരോരോ ജോലികളുണ്ട് കേട്ടോ. ആരും വെറുതെ ഇരിക്കുന്നൊന്നുമില്ല. ഇത് ഗ്യാസിൽ നിന്ന് അമ്മായി പത്തിരി ചുടുന്നു, അപ്പുറത്തുനിന്ന് വിറകടുപ്പിൽ നിന്ന് എൻ്റെ മൂത്താപ്പൻ്റെ മോളും പത്തിരി ചുടാണ് കേട്ടോ. ഒരാളിന് എടുത്ത എല്ലാം കാര്യങ്ങളും തീരില്ലല്ലോ, കുറേ ആൾക്കാരുള്ളതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഇതാ എൻ്റെ ഉമ്മ ബിരിയാണിക്കുള്ളതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണി ദമ്മിടാൻ ഏകദേശം ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. റൂമിലേക്ക് പോയപ്പോൾ അവിടെ എത്താതെ നിസ്കരിക്കുകയാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇവിടെ എൻ്റെ ബ്രദർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഉസ്താദുമാർ വന്നിട്ടുണ്ട്, അവരുടെ കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദുആയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഉസ്താദുമാർ കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ ഞങ്ങൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പൈനാപ്പിൾ ജ്യൂസാണ് ഗായ്സ്. പിന്നെ ഇവിടെ നല്ല സമൂസ മുരിയുന്നുണ്ട് ഗായ്സ്. നല്ല അടിപൊളി സമൂസ, അതുപോലെ കായ്പോള കേട്ടോ. എടുത്താത്താണ് ഇതിൻ്റെ സ്പെഷ്യൽ കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയിലിട്ട് ചട്ടിപ്പത്തിരിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ ഇത് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെൻ്റെ മൂത്താപ്പൻ്റെ മോള്, എൻ്റെ സിസ്റ്റർക്കാണ് കേട്ടോ. താത്തൻ്റെ മോന് ഇതവിടെ പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് റെഡിയാക്കുന്ന പണി അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടി സമൂസ ഉണ്ടാക്കുന്ന പണിയും കൂടിയാണ് കേട്ടോ. ഇത് കപ്പ, ചെറുപയർ, പച്ചവായക്കൊക്കെ കൂട്ടിയിട്ടുള്ള കറിയാണ് കേട്ടോ. അത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്താത്തൻ്റെ മോനെയും കൂടി ഏൽപ്പിച്ചതാട്ടോ. ബ്രദർ അങ്ങോട്ട് പോയപ്പോൾ ഇത്താത്തൻ്റെ മോനെ കൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കിച്ച്. പിന്നെ ഇതൊക്കെ ഞങ്ങൾ പ്ലേറ്റിലേക്ക് എല്ലാവരും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യാൻ നല്ല പാൽ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പെണ്ണുങ്ങൾക്കൊക്കെ ഇവിടെയും ആണുങ്ങൾക്കൊക്കെ ഡൈനിങ് ഹാളിലാണ് കേട്ടോ റെഡിയാക്കി വെച്ച്. ഉമ്മ ദമ്മെന്ന് ബിരിയാണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറന്നു കേട്ടോ. എല്ലാവരും ഇവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും കുറവാണ് കേട്ടോ. ഞാനിവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. ഭക്ഷണമൊന്നുമില്ല, ചെറുതായിട്ട് ലൈറ്റായിട്ടുള്ളതൊക്കെ കഴിച്ചുകൊണ്ട് തിന്നില്ലടി. ജില്ല തിന്നടി അങ്ങോട്ടൊക്കെ. സിനിമ തട്ടൊക്കെ നോക്കടി പൊട്ടത്തിയെ. ഇവർക്ക് തന്നെയാണ് കേട്ടോ പരിപാടി. വാങ്ങിക്കോ. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പ്ലേറ്റൊക്കെ കൊണ്ടുവരുന്നു കേട്ടോ. തിന്നു കഴിഞ്ഞോ? എൻ്റെ നിർത്തി. പാത്രത്തിലൊന്നുമില്ല, കാലി പാത്രം എടുക്കുന്നു.
റാസിനെ എടുക്കാൻ ഞാൻ ശരിയാവില്ല. ബാക്കിയുള്ളവരും കൂടി കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും പെണ്ണുങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് തന്നെ ഇരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിയിട്ട് ഇവിടെ കണ്ടില്ല എല്ലാത്തിൻ്റെ കയ്യിൽ ഫോണാ കണ്ടോ. പുറത്തേക്ക്. ഇത്രയൊക്കെയാണ് നമ്മളെ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.